ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ദൈവപിതാവിൻ്റെ സ്നേഹവാത്സല്യവും ക്രിസ്തുവിൻ്റെ കൃപാകടാക്ഷവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നിങ്ങളിൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ. പലപ്പോഴും നമുക്ക് ചില ഉത്കണ്ഠകളുണ്ടാകും, ആകുലതകൾ, ഭാവിയെക്കുറിച്ച്, ഈ അവസ്ഥയെക്കുറിച്ച്. അനാവശ്യമായ ഉത്കണ്ഠകൾ നമ്മുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യം കെടുത്തും. ഒരു മനുഷ്യൻ മനോഹരമായിട്ട് ശില്പങ്ങളുണ്ടാക്കുന്ന ശില്പിയെ കണ്ടപ്പോൾ ചോദിച്ചു, ഒരു കല്ലിൽ നിന്നും ഇത്രയ്ക്ക് സുന്ദരമായ ശില്പങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ രൂപപ്പെടുത്തുന്നത്? ചിരിച്ചുകൊണ്ട് ശില്പി പറഞ്ഞു, സൗന്ദര്യമുള്ള രൂപം കല്ലിൻ്റെ ഉള്ളിലുണ്ട്. അനാവശ്യമെന്ന് തോന്നുന്ന കല്ല് ഞാനെടുത്ത് മാറ്റുന്നു, രൂപം പുറത്തു വരുന്നു. ഇതുപോലെ തന്നെയാണ് ജീവിതം. അതിൻ്റെ ഉള്ളിൽ സൗന്ദര്യമുണ്ട്, ശാന്തതയുണ്ട്, സമാധാനമുണ്ട്. ചുറ്റുമുള്ള അനാവശ്യമായ ആകുലതകളെടുത്ത് മാറ്റുക എന്ന് മാത്രം. ഒന്നോർത്താൽ ചെറുതും വലുതുമായി എത്രയെത്ര ഉത്കണ്ഠകളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യം കെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം മുഖത്ത് വരുന്ന ചെറിയൊരു പാട് അവളെ ആകുലപ്പെടുത്തുന്നു. തൻ്റെ സൗന്ദര്യം കിട്ടുപോകുമോ എന്ന് അവൾ ഭീതിപ്പെടുന്നു. ഒരു വൃദ്ധനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ തലയിൽ രൂപപ്പെടുന്ന ചെറിയൊരു വെളുത്ത മുടി താൻ വാർദ്ധക്യത്തിൽ എത്തിക്കുന്നുവല്ലോ എന്ന് ചിന്തിച്ച് ആകുലപ്പെട്ട് ശങ്കിച്ച് നിരാശനാകുന്നു. ഒരു ചെറുപ്പക്കാരൻ ജോലിക്ക് വേണ്ടി പല ഇൻ്റർവ്യൂവിന് പോകുന്നു. ഒന്ന് തടസ്സപ്പെടുമ്പോൾ പിന്നെ ആശങ്കയാണ്, തൻ്റെ ജീവിതം മുഴുവനും പരാജയപ്പെട്ടു പോകുന്നുവല്ലോ എന്ന്. ചിലപ്പോൾ ബാങ്കിൽ നാം ശേഖരിച്ച കാശ് തീർന്നു പോകുന്നതിൻ്റെ ആകുലതയുണ്ടാകും. വാടക ഈ മാസം കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന ആശങ്കയുണ്ടാകും. ചെറിയ രോഗം വരുമ്പോൾ മഹാരോഗമാണെന്നുള്ള ഭീതി ഉണ്ടാകും. അങ്ങനെ പലവിധ ഉത്കണ്ഠകൾ നമ്മുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യം കെടുത്തിക്കൊണ്ടിരിക്കുക. അല്പായുസ നമുക്ക് ആ കൊച്ചു ജീവിത കാലയളവിൽ തന്നെ ഒരുപാട് സമയം നമ്മൾ ഉത്കണ്ഠപ്പെട്ടുകൊണ്ട് ജീവിതത്തിൻ്റെ സൗന്ദര്യം കെടുത്തുന്നുണ്ട്. ചില കണക്കുകൾ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നതാണ്. നമ്മൾ നമ്മുടെ ആയുസ്സിൽ ഒരാഴ്ച കൊണ്ട് ഏകദേശം 14.30 മണിക്കൂറുകൾ ആശങ്കപ്പെടുന്നെന്നാണ് ചില കണക്കുകൾ പറയുന്നത്. അതായത് ഒരു വർഷത്തിൽ 788 മണിക്കൂർ. ഒരുവൻ്റെ ആയുസ്സിൽ തന്നെ അത് 45,243 മണിക്കൂറാണ്. അപ്പോൾ എത്ര ദിവസമായിരിക്കും അത്? 1883 ദിവസങ്ങൾ. ഒരുവൻ്റെ ആയുസ്സിൽ 5.2 വർഷങ്ങളാണ് ഇങ്ങനെ ആശങ്കപ്പെട്ട് സമയം പാഴാക്കുന്നത്. നിങ്ങൾക്കിത് കൗതുകമായിട്ട് തോന്നിയേക്കാം. ഒരുവൻ്റെ ആയുസ്സിൽ 5 വർഷത്തിലധികം അവൻ ആശങ്കപ്പെട്ട് വ്യാകുലപ്പെട്ട് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന്. ഒരുപാട് ആശങ്കപ്പെട്ട നമ്മുടെ ആരോഗ്യത്തെ അത് ബാധിച്ചേക്കാം. ഉറക്കം കെട്ടുപോയേക്കാം, പ്രഷർ കൂടിയേക്കാം. അതെ, അനാവശ്യമായ ആശങ്കകളെ നമ്മളെടുത്ത് മാറ്റുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെ പല ആകുലതകളും ഈ ഭൗതികമായ വസ്തുക്കളെക്കുറിച്ചാണ്, നമ്മുടെ ശരീരത്തെക്കുറിച്ചാണ്, ആരോഗ്യത്തെക്കുറിച്ചാണ്. പലതും കേവലം നിസ്സാരമാണ്, ഉപേക്ഷിക്കാനുള്ളതാണ്. എന്നിട്ട് ഈ ഭൂമിയിലായിരിക്കുന്നത് കൊണ്ട് മാത്രം നമ്മൾ പലതിനെക്കുറിച്ച് ഇങ്ങനെ ആശങ്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, അസ്വസ്ഥപ്പെടുത്തുകൊണ്ടേയിരിക്കുന്നു. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം, നിങ്ങൾ ഉത്കണ്ഠകളെല്ലാം എന്നെ ഏൽപ്പിക്കുക, ഞാൻ നിങ്ങളിൽ ശ്രദ്ധാലുവാണ്. ദൈവം പറയുന്ന വാക്കാണ്. നിങ്ങൾ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക, അവൻ നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ്. നമുക്ക് കഴിയണം ജീവിതത്തിൽ നിസ്സാരമായ ആകുലതകളൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാൻ. കഴിയുന്നില്ല എങ്കിൽ അമിതമായ ഉത്കണ്ഠ ഒരു പാപം തന്നെയാണ് ഞാൻ പറയും. അനുദിന ജീവിതത്തെക്കുറിച്ചുള്ള പരിധിവിട്ട പരിഗണനയാണ് ഉത്കണ്ഠ.
അൺനെസസറി അഫയേഴ്സ് ഓവർ ദ അഫയേഴ്സ് ഓഫ് അവർ ലൈഫ്. അതെ, 2 കാരണങ്ങൾ കൊണ്ടാണ് ഉത്കണ്ഠ ഒരു പാപമാകുന്നത്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട വില നാം കൊടുക്കാത്തത് കൊണ്ടാണ് നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ നമ്മൾ ഉത്കണ്ഠപ്പെടുന്നത്. ഈ പ്രശ്നങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളുമൊക്കെ ദൈവത്തിലാണ് ഭാരമേൽപ്പിക്കേണ്ടത്. എല്ലാം നമ്മുടെ ശിരസിൽ വെക്കുമ്പോഴാണ് അമിതഭാരം വരുന്നതും ആശങ്ക വരുന്നതും ഉറക്കമൊക്കെ നഷ്ടപ്പെടുന്നത്. ദൈവത്തിനെല്ലാം നിയന്ത്രിക്കാനാകുമെന്നൊരു തിരിച്ചറിവ് വേണം. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ കൊടുക്കേണ്ട വില കൊടുക്കുക. 2, നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ നമ്മൾ ഉത്കണ്ഠപ്പെടുമ്പോൾ പരമപ്രധാനമായ പല കാര്യങ്ങളും ഓർക്കാനും ചിന്തിക്കാനും ക്രമപ്പെടുത്താനും കഴിയാതെ പോകും. അതൊരു തെറ്റല്ലേ? മുഖത്തൊരു കുരു വന്നതിൻ്റെ പേരിൽ എന്താ പ്രശ്നം? തലയിലൊരു മുടി നരച്ചു പോയതിൽ എന്തിനാണ് ഇത്ര ആശങ്ക? ഈ മാസം ലോൺ അടക്കാൻ പറ്റില്ലെന്നതിനെക്കുറിച്ച് എന്തിനാണ് ഇത്രയ്ക്ക് ദുഃഖം? അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളില്ലേ? ജീവിതത്തെ അർത്ഥപൂർണ്ണമാക്കാൻ ഉത്കണ്ഠകളൊക്കെ ഒന്ന് ഉപേക്ഷിക്കേണ്ടതുണ്ട്. ഒന്ന് ഓർത്ത് നോക്കുക. സുവിശേഷത്തിലെ യേശുവിൻ്റെ വളർത്തച്ഛൻ ജോസഫ്, ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വല്ലാത്ത ആശങ്കപ്പെടുത്തുന്ന ചില സംഭവങ്ങളുണ്ടായി. വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച മേരി എന്ന കന്യക ഗർഭവതിയാണെന്നറിയുന്നു. തീർച്ചയായിട്ടും ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഉറക്കമില്ലാത്ത രാവല്ല വരേണ്ടത്. തൻ്റെ കുടുംബം തകരാൻ പോവുകയല്ലേ? ഒരിക്കലും തൻ്റെ അഭിമാനം വീണ്ടെടുക്കാനാകുമോ? ഇത്രയ്ക്കും ദുരന്തം നിറഞ്ഞ ആ രാത്രിയിൽ ജോസഫ് എന്ത് ചെയ്തെന്നാണ് സുവിശേഷം പറയുന്നത്? ഉറങ്ങിയെന്ന്. അതെ, ഗാഢമായ നിദ്രയില ദൈവത്തിൻ്റെ സ്വപ്നത്തിൻ്റെ ദർശനം ജോസഫിനുണ്ടായത്. കാരണം ഈ വിഷമസന്ധി ഉത്കണ്ഠപ്പെട്ട് ഉറങ്ങാതിരിക്കുകയായിരുന്നില്ല ജോസഫ് ചെയ്തത്. ദൈവത്തിൽ ആ ദുരന്തം സമർപ്പിച്ചു, പിന്നെ ശാന്തമായി കിടന്നുറങ്ങി. നമുക്ക് പറ്റുമോ? കുടുംബത്തിൽ ചില ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, ദാമ്പത്യ വെള്ളങ്ങളിൽ ചില വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ, ഒരു കടക്കണി വരുമ്പോൾ, ബിസിനസ് തകരുമ്പോൾ ആ രാത്രി ഉറങ്ങാൻ, എല്ലാം ദൈവത്തെ ഭാരമേൽപ്പിച്ചുറങ്ങാൻ കഴിയുന്നവൻ, ആത്മീയതയിൽ പക്വതയുള്ളവൻ, തച്ചനായ ജോസഫിനെ പോലെ. അങ്ങനെ കടന്നതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്വരം രാത്രി കേൾക്കാനായിട്ട് ആ മനുഷ്യന് കഴിഞ്ഞത്. ഒരു ദുരന്തം വരുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള വഴികൾ ദൈവം ഒരുക്കി വെക്കുന്നുണ്ട്. ഉണർവ് നമുക്കില്ലാതെ പോകുന്നു. ആശങ്കപ്പെട്ട് വ്യാകുലപ്പെട്ട് നമ്മൾ തുറവിയുടെ വഴികൾ, പ്രത്യാശയുടെ വഴികൾ കാണാതെ പോകുന്നു. അതാണ് ദുരന്തം. തീർച്ചയായിട്ടും ഉത്കണ്ഠ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവത്തെ ഭാരമേൽപ്പിക്കുക. അവൻ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധാലുവാണ്. ഓർത്ത് നോക്കുക. പശുതമ്മ കാനായിലെ ആ കല്യാണ വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു കുറവ് കണ്ടു. ചുറ്റുമുള്ളവർ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം വീഞ്ഞില്ല. അതിഥികൾ പലതും പറയാം. വിവാഹം സങ്കടത്തിൽ അവസാനിച്ചേക്കാം. പക്ഷെ അമ്മ എന്ത് ചെയ്തു? ആ കുറവുകളെ തൻ്റെ മകനിൽ ഭാരമേൽപ്പിച്ചു. മറ്റുള്ളവർ ആശങ്കപ്പെട്ട് ചുറ്റും നടന്നപ്പോൾ അമ്മ ആ കുറവുകളെ ദൈവത്തിൻ്റെ പുത്രൻ്റെ കരങ്ങളിൽ അർപ്പിച്ചപ്പോഴാണ് അവിടെ അത്ഭുതം സംഭവിച്ചത്. കുറവുകൾ നിറവായിട്ട് മാറിയത്. ഈ അമ്മയും നമ്മളോട് പറയുന്ന ഒരു സത്യമുണ്ട്. ജീവിതത്തിൽ കുറവുകൾ വരും, സങ്കടങ്ങൾ വരും, ദുഃഖങ്ങൾ വരും. ആകുലപ്പെട്ടിട്ട് കാര്യമില്ല. ആ കുറവുകളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. അവിടെ നിന്ന് ഇടപെട്ടാൽ തീരാവുന്ന കുറവുകളേ ഉള്ളൂ ഈ ചുറ്റും. ഒന്നോർത്ത് നോക്കുക. യേശുനാഥൻ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സങ്കട ദുഃഖങ്ങളും ദൈവപിതാവിൻ്റെ കരങ്ങളിലാണ് സമർപ്പിച്ചത്. ഓർമ്മയില്ലേ? ആ ഗലീലെ കടലിലൂടെ യേശുവും ശിഷ്യന്മാരും വഞ്ചിയിലൂടെ യാത്ര ചെയ്യുകയാണ്. കടൽ മധ്യേ പെട്ടെന്ന് തിരമാല ആഞ്ഞടിച്ചു. കാറ്റ് ഭയങ്കരമായി. തിരമാലകൾ വഞ്ചിയിലേക്ക് നിറഞ്ഞു കവിയുന്നത് കണ്ട് മരണഭയത്തോട് ശിഷ്യന്മാർ വാവിട്ട് കരയുകയാണ്. യേശുവാകട്ടെ അമരത്ത് കിടന്നുറങ്ങുന്നു. ചുറ്റും ദുരന്തങ്ങൾ വരുമ്പോഴും മരണത്തിൻ്റെ ഭീതി ജനിക്കുമ്പോൾ ശിഷ്യന്മാർ കൗതുകത്തോടെ കാണുകയാണ് യേശു ഉറങ്ങുന്നതായിട്ട്. കാരണം എന്താ? ഈ കാറ്റിനെ നിയന്ത്രിക്കുന്നവൻ, തിരമാലകളെ നിയന്ത്രിക്കുന്നവൻ എൻ്റെ തമ്പുരാനാണെന്ന്, എൻ്റെ അപ്പനാണെന്ന മനോഭാവം യേശുവിനുണ്ടായിരുന്നു. അവൻ ഉണർന്നു. അവൻ പറഞ്ഞു ശാന്തമാകാൻ. എല്ലാം ശാന്തമായി. ഈ ഒരു മനോഭാവം നമുക്കുണ്ടാകേണ്ടത്. ദുരന്തം വരട്ടെ, രോഗം വരട്ടെ, കടക്കണി വരട്ടെ, പ്രതിസന്ധികൾ ഉണ്ടാകട്ടെ,
പലരും നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കട്ടെ, എങ്കിലും ശാന്തമായിട്ട് ഉറങ്ങാൻ തക്ക വിധത്തിൽ നമ്മുടെ ആത്മീയതയെ നാം പക്വത ഉള്ളതാക്കണം. എല്ലാം നിയന്ത്രിക്കുന്നത് ദൈവപിതാവാണ്. അവൻ്റെ കരങ്ങൾ നമ്മുടെ ജീവിതം സമർപ്പിക്കാനാകണം. അതെ, പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം, അവിടുത്തെ കരങ്ങളിൽ നമ്മുടെ ഉത്കണ്ഠകളൊക്കെ സമർപ്പിക്കുക, അവിടെ നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ്. തീർച്ചയായിട്ടും ദൈവത്തിന് നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി സ്വന്തം മകനെ പോലും കാൽവരി സമർപ്പിക്കാൻ ആ പിതാവ് തയ്യാറായത്. സ്വന്തം മകനെ സമർപ്പിക്കാൻ അവന് മനസ്സുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിസ്സാരമായ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ അവന് കരുത്തില്ലേ? ഉത്കണ്ഠപ്പെടാതിരിക്കണം. യേശു വഞ്ചിയിൽ കിടന്നുറങ്ങി. അപ്പോൾ ഉണർവോടെ വാവിട്ട് കരഞ്ഞവനാണ് പത്രോസ്. പിന്നീട് അവനും വളരുന്നുണ്ട് ആത്മീയതമായ പക്വതയിലേക്ക്. അപ്പോസ്തല പ്രവർത്തനം നാം വായിക്കുന്നുണ്ട്. അവനെ ഹെറോദസ് പിടിച്ച് തടവറിലിട്ടിരിക്കുക, വധിക്കാൻ കൽപ്പിച്ചിരിക്കുക. വധിക്കേണ്ടതിൻ്റെ തലേ ദിവസം രാത്രിയിൽ ദൈവം തൻ്റെ ദൂതനെ പറഞ്ഞു വിടുക തടവറയിലേക്ക് അവൻ രക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ പത്രോസ് തടവറയിൽ ശാന്തമായിട്ട് കിടന്നുറങ്ങുന്നു. നാളെ തൻ്റെ മരണദിനമാണ്. വിധി കൽപ്പിച്ചു കഴിഞ്ഞ് ഹെറോദ്യസ്. എന്നിട്ട് മരണത്തെ ഭയപ്പെടാതെ തലേ രാത്രി കിടന്നുറങ്ങുന്നവനാ പത്രോസ്. അവൻ ഉത്കണ്ഠപ്പെട്ടില്ല, ആശങ്കപ്പെട്ടില്ല. ഈ ഒരു മനോഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. എല്ലാം നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ജീവിതം വിട്ടുകൊടുക്കുക. അവിടെ നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ്. ഞാൻ ഓർക്കുകയാണ്, ഒരു 80 വയസ്സുള്ള ജോസഫ് എന്നൊരു അപ്പച്ചൻ. ഞാൻ വസിക്കുന്ന ആശ്രമത്തിലെ സമാധിയിൽ എന്നും വരും. വളരെ പ്രഭാതത്തിൽ 5:30 ആകുമ്പോൾ വരും. ദേവദാസൻ TF-അച്ഛൻ്റെ കല്ലറയിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. കുർബാനയൊക്കെ കൂടി അവസാനം 7:30 കഴിഞ്ഞിട്ട് വീട്ടിൽ പോകും. വീണ്ടും ഉച്ച സമയം കഴിയുമ്പോൾ തിരിച്ചു വരും. എപ്പോഴും ഈ സമാധി ഞാൻ കാണും. പലപ്പോഴും ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നു, ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികളൊക്കെ വരുമ്പോൾ കൗതുകത്തെ നോക്കിച്ചിരിക്കുന്നു. എന്നും ഇങ്ങനെ ചെയ്തപ്പോൾ ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ചൻ ജീവിതം വളരെ ശാന്തവും സുന്ദരവുമാണല്ലോ, എപ്പോഴും ഈ സമാധിയിലുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആകാൻ കാരണമെന്ന്. അപ്പോൾ ആ പടുവൃദ്ധനായ അപ്പച്ചൻ പറഞ്ഞു, ഞാൻ ഒന്നിനെക്കുറിച്ചും ആശങ്കപ്പെടുന്നില്ല. കാരണം എല്ലാം ദൈവം നോക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ സ്വന്തം ജീവിതം അദ്ദേഹം എന്നോട് പങ്കുവെച്ചു. നല്ലൊരു മെഴുകുതിരി പണിക്കാരനാണ്. പല സ്ഥലത്തും ജോലിക്ക് പോകും, കഷ്ടപ്പാടും ദുരിതമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അല്പം കടക്കണിയൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ എത്ര കടക്കണി വന്നാലും അത് വീട്ടും. ഒരു ദിവസം ഒരു ഭീമമായ സംഖ്യ ഒരു സുഹൃത്തിൽ നിന്നും കടം വാങ്ങി കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു. കടം വീട്ടേണ്ട സമയമൊക്കെ ആയി. അങ്ങനെ ഒരു ദിവസം ആശ്രമത്തിൽ ദേവാലയത്തിൽ വന്ന വഴിക്ക് തലചുറ്റി ഒന്ന് വീണു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പൊക്കെ നടത്തിയപ്പോൾ മനസ്സിലായി ഹൃദയത്തിൽ ബ്ലോക്കാണെന്ന്. പിന്നെ ഓപ്പറേഷനൊക്കെ നടത്തേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞു. ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് അദ്ദേഹം വീണ്ടും ദേവാലയത്തിൽ വന്നു, സമാധിയിൽ വന്നു പ്രാർത്ഥിക്കുമ്പോഴാണ് തോന്നിയത്, ഒരു കൂട്ടുകാരന് ഭീമമായ സംഖ്യ കടമുണ്ടല്ലോ, കടം വീട്ടാൻ ഇതൊരു പറ്റിയിട്ടില്ലല്ലോ. ഉള്ളുരുകി എപ്പോൾ ആൾക്കാരെ നോക്കി അപ്പച്ചനൊന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ കടം എനിക്ക് വീട്ടാനാകണം, അല്ലെങ്കിൽ എന്നെ അങ്ങ് എടുക്കണം. അത്രേ പ്രാർത്ഥിച്ചുള്ളൂ. അതൊരു വെള്ളിയാഴ്ചയാണ്. വൈകിട്ടൊരു ഫോൺ വന്നു. ഒരു മെഴുകുതിരി കടക്കാരനാണ് പറഞ്ഞത് ജോലിക്ക് വരുന്നുണ്ടോ എന്ന്. ആരോഗ്യമൊക്കെ വീണ്ടെടുത്തത് കൊണ്ട് വരാമെന്ന് പറഞ്ഞു. എങ്കിലും പിന്നെ ആഴ്ചയിൽ ശനിയാഴ്ച മാത്രമുള്ളത് കൊണ്ട് തിങ്കളാഴ്ച വരാമെന്ന് പറഞ്ഞു. പക്ഷെ കടക്കാരൻ പറഞ്ഞ് ജോലി വേണമെങ്കിൽ നാളെ തന്നെ വരാം. അദ്ദേഹം ചെന്നു. കാലത്ത് മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്തു. ആഴ്ചയിൽ അവസാനത്തെ ദിവസമാണ്. എല്ലാ ആഴ്ചയുടെ അവസാനവും ജോലിക്കാർക്ക് കാശ് കൊടുക്കുന്നത് പോലെ ഉടമസ്ഥൻ അദ്ദേഹത്തിന് ഒരു കവറിൽ കുറച്ച് കാശ് കൊടുത്തു. പോക്കറ്റിലിട്ടുകൊണ്ട് അദ്ദേഹം പോന്നു. എത്ര രൂപയുണ്ടെന്ന് പോലും ചിന്തിച്ചില്ല. വൈകിട്ട് ഭാര്യ കവർ തുറന്നപ്പോഴാണ് കണ്ടത്, ഒരാഴ്ചയിൽ ഒരാൾക്ക് കൊടുക്കുന്ന കൂലി അതിലുണ്ട്. ജോസഫേട്ടൻ ആകെ സങ്കടമായി. ഏതൊരു പണിക്കാരന് കൊടുക്കേണ്ട കാശ് മാറി എനിക്ക് കിട്ടിയതായിരിക്കാം. തിങ്കളാഴ്ച തന്നപ്പോൾ പറഞ്ഞു കവറ് മാറിപ്പോയെന്ന്. അപ്പോൾ ആ ഉടമസ്ഥൻ പറഞ്ഞു, മാറിപ്പോയതൊന്നുകൊണ്ടല്ല, അറിഞ്ഞുകൊണ്ട് തന്നതാണ്. കടം മാറാനൊരു വഴി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ പലരുടെയും സഹായം കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. 15 വർഷം മുമ്പ് സംഭവിച്ചതാണ്. ഇതുവരെയും കടങ്ങൾ വന്നിട്ടില്ല.
അതായത് അറിഞ്ഞുകൊണ്ട് തന്നെ പലരും തന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഈ അപ്പച്ചൻ പറയുക, ഈ തരുന്നതൊക്കെ ദൈവം തന്നെയാണ്, അതുകൊണ്ട് എനിക്ക് ഉത്കണ്ഠയില്ല. രോഗമുണ്ട്, വേദനയുണ്ട്, എങ്കിൽ പോലും ദൈവം എന്നെ നോക്കിക്കൊള്ളും. ഇതാണ് ആത്മീയത പക്വതയുള്ളവ ചെയ്യുന്നത്. നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ നമ്മൾ എത്രമാത്രം ഉത്കണ്ഠപ്പെടുന്നു, വ്യാകുലപ്പെടുന്നു. എല്ലാം നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മൾ ഉത്കണ്ഠകളൊക്കെ സമർപ്പിക്കേണ്ടേ? കൊച്ചു കൊച്ചു വലിയ വലിയ ഒരുപാട് ഉത്കണ്ഠ നമ്മുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യം കെടുത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. പ്രശാന്തമായൊരു ജീവിതം മുന്നോട്ട് നയിക്കുക. എല്ലാം നിയന്ത്രിക്കുന്നത് ദൈവമാണ്. ഓർക്കുക, ബൈബിളിൽ ഒരുപാട് വ്യക്തികളുണ്ട്, അവരുടെ ജീവിതയാത്രയിൽ നിഴലായിട്ട് ദൈവം ഉണ്ടാകുന്നതായിട്ട്. ആ കിടക്കുന്ന നിത്യ ജ്ഞാനികൾ പരിചയമില്ലാത്തൊരു വഴിയിലൂടെ യാത്ര ചെയ്യുക, പക്ഷേ അവിടെ വഴി വെളിച്ചമായിട്ട് നഷ്ടത്തെ കൊടുത്ത ദൈവമല്ലേ? വഴി തെറ്റിപ്പോയിട്ടും ഒടുവിൽ അവർ ഉണ്ണീശോയുടെ മുമ്പിൽ എത്തിയില്ലേ? നമ്മുടെ ജീവിതയാത്രയിലും വഴിതെറ്റിപ്പോകാം, ഇടർച്ചകൾ സംഭവിച്ചേക്കാം, പക്ഷേ ദൈവം വെളിച്ചമായിട്ട് പിന്നിലുണ്ടെന്നൊരു തിരിച്ചറിവിൻ്റെ വെട്ടം വേണം. അപ്പോൾ ആകുലതകൾ ഉണ്ടാകില്ല, ഉത്കണ്ഠകൾ ഉണ്ടാകില്ല. പ്രശാന്തമായ മനസ്സോടെ നമ്മുടെ ജീവിത പ്രതിസന്ധികൾ നേരിടാൻ പറ്റും. ഓർമ്മിക്കുകയാണ്, ഒരു പെൺകുട്ടി പ്ലെയിൻ ആദ്യമായിട്ട് യാത്ര ചെയ്യുക. മാതാപിതാക്കളെ ഒന്നും കണ്ടില്ല, കൂടെയുണ്ടെന്ന യാത്രക്കാരൻ ചോദിച്ചുമില്ല. ഒരു കുഞ്ഞു പെൺകുട്ടിയാണ്. അവൾ തൻ്റെ പാഠപുസ്തകത്തിലെ പടങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് വെച്ച് യാത്രക്കാരൻ പെൺകുട്ടിയോട് ചോദിച്ചു, നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അപ്പനുണ്ട്, അമ്മയുണ്ടെന്നൊക്കെ കുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ പെട്ടെന്ന് അന്തരീക്ഷത്തിൽ വെച്ച് ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടാകുക, പ്ലെയിൻ മോശപ്പെട്ടൊരു കാലാവസ്ഥയിൽ, അതുകൊണ്ട് ബെൽറ്റൊക്കെ ഇടുക, ആശങ്കപ്പെടേണ്ടെന്നൊക്കെ. എന്നാൽ ആകാശത്ത് പ്ലെയിൻ ഉലയുന്നത് കണ്ടപ്പോൾ പലർക്കും പേടിയായി. യാത്രക്കാരൊക്കെ വാൾവിട്ട് കരയാൻ ആരംഭിച്ചു. ഈ മനുഷ്യനും കരയാൻ ആരംഭിച്ചു, പേടിച്ച്. എന്ന പെൺകുട്ടി ആകട്ടെ യാതൊന്നിനെക്കുറിച്ചും ആകുലപ്പെടാതെ തൻ്റെ പാഠപുസ്തകത്തിൽ പടങ്ങൾ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും അനൗൺസ്മെൻറ്റ് വന്നു, ഇപ്പോൾ കാലാവസ്ഥ ഓക്കെയാണ്, നിങ്ങൾ ആശങ്കപ്പെടേണ്ട, എല്ലാം ഓക്കെ. അപ്പോൾ ആളുകൾ ശാന്തരായി. ഈ പെൺകുട്ടി പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ആ മധ്യവയസ്കൻ ചോദിച്ചു, നിനക്കൊരുപാട് ധൈര്യമുണ്ട്, കാരണം കാലാവസ്ഥ മോശമായപ്പോൾ ഞങ്ങളൊക്കെ ഭയപ്പെട്ടു, പക്ഷെ നീ ആകട്ടെ ഒരു കുഴപ്പവുമില്ലാതെ നിന്നല്ലോ, എങ്ങനെ കഴിഞ്ഞു, എങ്ങനെ ഈ ധൈര്യം കിട്ടി? ചിരിച്ചുകൊണ്ടപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഈ പ്ലെയിൻ നിയന്ത്രിക്കുന്നത് എൻ്റെ ഡാഡിയാണ്, ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ വീട്ടിലേക്കാണ്, ഡാഡി എന്നെ വീട്ടിൽ കൊണ്ടുപോകുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇതുപോലെ തന്നെയാണ് നമ്മളും ഒരു യാത്രയിലാണ്, ഈ ഭൂമിയിൽ നിന്ന് നിത്യതയിലേക്കുള്ള യാത്രയിൽ. ആശങ്കകൾ ചുറ്റും വരും, കാലാവസ്ഥ മോശമാകും, ദുരന്തങ്ങൾ വരും, പക്ഷെ എല്ലാം നിയന്ത്രിക്കുന്നത് ദൈവമെന്ന പിതാവാണ്. ഓർമ്മിക്കുക, എല്ലാം നിയന്ത്രിക്കുന്ന ദൈവമാണ്. നമ്മൾ എന്തിനാണ് നിസ്സാരമായ ആകുലതയുടെ ഭാരം സ്വയം പേറുന്നത്? അവൻ്റെ കരങ്ങൾ വിട്ടുകൊടുക്കുക. ഈ ആകുലതകൾ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ജീവിതത്തെ ക്രമപ്പെടുത്താനുമായിട്ടുള്ള സമയം കളയും. ഫ്രാൻസിസ് അസീസി തൻ്റെ സന്യാസഭയെക്കുറിച്ച് ഒരുപാട് വ്യാകുലപ്പെട്ടു. അതിൽ ചില പ്രശ്നങ്ങൾ അസ്വസ്ഥപ്പെടുത്തിയപ്പോൾ ദൈവം തന്നെ പറഞ്ഞു, നീ എന്തിനാണ് ഇത്ര ആശങ്കപ്പെടുന്നത്? നിൻ്റെ സഭയെ നിയന്ത്രിക്കുന്നത് ഞാനാണ്, ഞാൻ നയിച്ചുകൊള്ളാം. ഈ ഒരു തിരിച്ചറിവാണ് നമുക്കും വേണ്ടത്. നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, മക്കൾ ഒലിഞ്ഞു പോകുമ്പോൾ, പ്രശ്നങ്ങൾ പരിധിക്കപ്പുറത്താകുമ്പോൾ ഓർക്കുക, എല്ലാം നിയന്ത്രിക്കുന്ന ദൈവപിതാവാണ്. ഓർക്കുകയാണ് ഒരു മരം വെട്ടുകാരൻ എന്തെന്നില്ലാത്ത അസ്വസ്ഥതയോടുകൂടി മരം വെട്ടുവാനായിട്ട് കാട്ടിലേക്ക് പോവുകയാണ്. ആരുൾക്കണ്ട കണ്ടപ്പോൾ അതിർത്തിയിലുണ്ടായിരുന്നൊരു സന്യാസി ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ഇത്രയ്ക്ക് വിഷമോ? അയാൾ പറഞ്ഞു, വീട്ടിൽ പട്ടിണി, ദാരിദ്ര്യമോ, വിറക് വെട്ടിയിട്ട് വേണം അതൊക്കെ ഒന്ന് മാറ്റാൻ. അയാളെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി സന്യാസി പറഞ്ഞു, നിങ്ങൾ ദൂരേക്ക് പോകുമ്പോൾ ഒരു പച്ചപ്പ് കാണും, അവിടെ നിന്ന് കിളക്കുക, നിങ്ങൾക്ക് ചെമ്പിൻ്റെ ഗനി കിട്ടും, അത് കൊണ്ടുപോവുക. സന്യാസി പറഞ്ഞതുപോലെ അയാൾ ചെന്ന് പച്ചപ്പ് കണ്ടു, കിളച്ചു, കിട്ടി ചെമ്പിൻ്റെ ഗനി, സന്തോഷത്തോടെ പോയി. എന്നാൽ പിറ്റേ ദിവസം വീണ്ടും ഉത്കണ്ഠപ്പെട്ടുകൊണ്ട് വന്നിരിക്കുക. അത് കണ്ടപ്പോൾ സന്യാസി പറഞ്ഞു, ഇന്നലെ ചെമ്പിൻ്റെ ഗനി കിട്ടിയല്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? മരംവെട്ടുകാരൻ പറഞ്ഞു, താൽക്കാലികമായ ദാരിദ്ര്യം മാറി, പക്ഷേ എനിക്ക് നല്ലൊരു വീട് പണിയണം, അതൊന്നും പോരാ, അതുകൊണ്ട് വീണ്ടും മരംവെട്ടുകാരൻ വന്നതാണ്. ചിരിച്ചുകൊണ്ട് സന്യാസി പറഞ്ഞു, എങ്കിൽ നിങ്ങൾ ഈ പ്രാവശ്യം വലത്ത് വശത്തേക്ക് പോകും, അവിടെയും ഇതുപോലെ ഒരു പച്ചപ്പ് കാണും, കിളക്കുക, വെള്ളിയുടെ ഗനി കിട്ടും. പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു, ഗനി കിട്ടി. സന്തോഷത്തോടു കൂടി തന്നെ അയാൾ പോയത്.
അത്ഭുതം, വീണ്ടും അയാൾ നിരാശപ്പെട്ട് ഉത്കണ്ഠപ്പെട്ട് വന്നിരിക്കുക. അപ്പോൾ വീണ്ടും ചോദിച്ചു സന്യാസി, ഇന്നലെ നിനക്ക് വെള്ളിയുടെ ഗനി കിട്ടിയതല്ലേ, ഇപ്പോൾ എന്താ പ്രശ്നം? അയാൾ പറഞ്ഞു, എനിക്ക് 2 പെൺമക്കളാണ്, അവരെ വിവാഹം കഴിച്ച് കൊടുക്കണ്ടേ, ഭാവിക്ക് വേണ്ടി എന്തെങ്കിലും കരുതണ്ടേ, അതിനു വേണ്ടിയാണ് ഞാൻ വീണ്ടും വനം വെട്ടാൻ വന്നത്. വീണ്ടും സന്യാസി പറഞ്ഞു, ഇപ്രാവശ്യം നിങ്ങൾ ഇടതുവശത്തേക്ക് പോകൂ, അവിടെ പച്ചപ്പ് കാണും, തീർച്ചയായിട്ടും സ്വർണത്തിൻ്റെ ഗനി കിട്ടും, അത് നിങ്ങളെ സംതൃപ്തനാക്കും. ചെന്നു, അതുപോലെ തന്നെ സംഭവിച്ചു. സ്വർണം എടുക്കാൻ പോയപ്പോൾ ഈ മനുഷ്യൻ ചിന്തിച്ചു, ചെമ്പിൻ്റെയും വെള്ളിയുടെയും സ്വർണത്തിൻ്റെ ഗനി സന്യാസിക്ക് അറിയായിരുന്നു, പക്ഷെ അയാളൊന്നും എടുത്തില്ല. അതിൻ്റെ അർത്ഥം എന്താ? അയാൾക്ക് ഇതിനൊക്കെ വിലപ്പെട്ട് മറ്റെന്തോ നിധിയുണ്ട്, അതാണ് എനിക്ക് വേണ്ടത്. സ്വർണമെടുക്കാതെ ഈ മലമറ്റുകാരൻ തിരിച്ചു വന്നു സന്യാസി നോക്കി. ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടാതെ ധ്യാനനിമഗ്നനായിട്ട് ഇരിക്കുകയാണ് അയാൾ. ഉണർത്തിയിട്ട് പറഞ്ഞു, പറയൂ, നിങ്ങൾക്ക് ഈ സ്വർണവും വെള്ളിയും ചെമ്പും ഒക്കെ അറിയാമായിരുന്നു, അതൊന്നും നിങ്ങൾ എടുത്തില്ല, അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അതിനൊക്കെ വിലപ്പെട്ട് എന്തോ ഉണ്ടെന്നല്ലേ? അതാണ് എനിക്ക് വേണ്ടത്. ചിരിച്ചുകൊണ്ട് ആ സന്യാസി പറഞ്ഞു, ഭൗതികമായി ഒന്നും എന്നെ ആകുലപ്പെടുത്താറില്ല, അസ്വസ്ഥപ്പെടുത്താറില്ല. കാരണം എനിക്ക് ഏറ്റവും വിലപ്പെട്ട നിധി കിട്ടി. അത് ദൈവാവബോധമാണ്, ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന തിരിച്ചറിവാണ്. ഈ ഒരു തിരിച്ചറിവാണ് നമുക്കും വേണ്ടത്. ചുറ്റും കടക്കണിയും പ്രശ്നവും രോഗവും ഒക്കെ വന്നു കൊള്ളട്ടെ, നമ്മളെ നിയന്ത്രിക്കുന്നൊരു ദൈവമുണ്ട്. അവൻ്റെ കാര്യങ്ങൾ നമ്മുടെ ജീവിതം സമർപ്പിക്കാനാകണം. ഒന്നോർത്ത് നോക്കിയേ, നിരവധിയായ പ്രശ്നങ്ങൾ നിങ്ങളിപ്പോൾ അലട്ടുന്നില്ലേ? കണ്ണുകളടച്ച് നമുക്കതിനെക്കുറിച്ചൊന്ന് ധ്യാനിക്കാം. കടക്കണിയായിരിക്കാം, എന്തെങ്കിലും ഒരു രോഗമായിരിക്കാം, ചിലപ്പോൾ കുടുംബത്തിലുണ്ടാകുന്ന ചില വാക്തർക്കങ്ങളായിരിക്കാം, മക്കൾ മോശമാകുന്നതിനെക്കുറിച്ചുള്ള ആദ്യം നിങ്ങൾക്കുണ്ടാകും. ഈ സങ്കട ദുഃഖങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തെ തകർക്കുന്ന പ്രശ്നങ്ങളുമല്ല. പിന്നെ എന്തിനാണ് ഈ ആകുലത? എല്ലാ പ്രശ്നങ്ങളുടെ മധ്യേ നമുക്ക് ആ വചനം ഓർക്കാം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം, ഞങ്ങൾ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക, അവിടെ നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ്. എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധാലുവായ തമ്പുരാനെ, നിൻ്റെ കരങ്ങളിൽ അനുദിന ജീവിതത്തിൻ്റെ ഉത്കണ്ഠകൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ കുറെ കൂടി ശാന്തമാക്കുക, സൗന്ദര്യപൂർണ്ണമാക്കുക, അനുഗ്രഹിക്കുക. ആമേൻ.